ഹലോ നമസ്കാരം. നമ്മൾ പലപ്പോഴും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സ്ലോ ഡൗൺ ആയി കാണപ്പെടാറുണ്ട്. ഇങ്ങനെ സ്ലോ ചെയ്യുന്നത് നമ്മൾ അറിയാത്ത എന്തെങ്കിലും പ്രോസസ്സുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതുകൊണ്ടാവാം. ഇതെങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ എങ്ങനെ പരിഹരിക്കാം, ഇതൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മളുടെ കമ്പ്യൂട്ടർ സ്ലോ ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ പോയതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മെനു അപ്പിയർ ചെയ്യുന്നെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ അത്യാവശ്യം സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാർട്ട് മെനുവിലും ക്ലിക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് മെനു അപ്പിയർ ചെയ്യുന്നെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടർ സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. ഇനിയും റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീഫ്രഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പഴയ പോലെ തന്നെ വർക്കിംഗ് സ്പീഡിലെത്തും. ഇനി നമ്മളുടെ കമ്പ്യൂട്ടർ എന്നിട്ടും സ്ലോ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യണം. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൺട്രോൾ കീയും അൾട്ട് കീയും ഡിലീറ്റ് കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വിൻഡോസ് 7ലും വിൻഡോസ് 8 വെർഷൻസിലൊക്കെ ഡയറക്റ്റ് ടാസ്ക് മാനേജർ ഓപ്പൺ ആവും. വിൻഡോസ് 10ലാണെന്നുണ്ടെങ്കിൽ ലോഗ് സ്ക്രീനിലോട്ടായിരിക്കും പോകുന്നത്, ലോഗ് ഇൻ സ്ക്രീനിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മുടെ ടാസ്ക് മാനേജർ നമ്മൾ സെലക്ട് ചെയ്യണം, കൺട്രോളും അൾട്ടും ഡിലീറ്റും കൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ ഞാൻ വേറൊരു രീതിയിലാണ് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുന്നത്. അതിനായിട്ട് കീബോർഡിലെ സ്റ്റാർട്ട് കീയും ആർ കീയും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യണം. ഇപ്പോൾ റൺ കമാൻഡ് വർക്കാവും. ഇവിടെ ഞാൻ TASKMGR എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുന്നു. ടാസ്ക് മാനേജർ ഷോർട്ട് കട്ടാണ്. ടാസ്ക് മാനേജർ ഇപ്പോൾ റണ്ണായി. ഇനി ഇവിടെ കുറേ ടാബ്സ് ഉണ്ട്. പ്രോസസ്സ്, പെർഫോമൻസ്, ആപ്പ് ഹിസ്റ്ററി, സ്റ്റാർട്ടപ്പ്. ഇത് ഞാൻ പെർഫോമൻസ് സെലക്ട് ചെയ്തു. ഇതിൽ നമ്മളുടെ CPU, മെമ്മറി, ഡിസ്ക്, ഈഥർനെറ്റ്, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിൽ ഏതാണ് വർക്കിംഗ്, ഓരോന്നിൻ്റെയും വർക്കിംഗ് പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഏതാണെന്ന് നോക്കുക. നമ്മൾ സാധാരണ സിസ്റ്റം സ്ലോ ആവുന്ന സമയത്ത് ഈ CPU ഡിസ്ക് യൂസേജോ മെമ്മറിയോ ഒക്കെ ഒരുപാട് 90-100% ഒക്കെ വരും. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതലുള്ള CPU സെലക്ട് ചെയ്തു. CPUവിൻ്റെ യൂട്ടിലൈസേഷനും സ്പീഡും പ്രോസസ്സും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPU യൂട്ടിലൈസേഷൻ കൂടുതലായതുകൊണ്ട് അത് ഏത് പ്രോസസ്സാണ് ഈ CPU കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വീണ്ടും പ്രോസസ് ടാബിലേക്ക് നമ്മൾ പോയി ഇവിടുന്ന് കുറേ ടാബ്സ് ഇവിടെ ഓപ്പൺ ആയിരിപ്പുണ്ട്. അവിടെ ഞാൻ CPU സെലക്ട് ചെയ്തു. അപ്പോൾ CPU സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ CPU യൂസേജ് ഉള്ള ആപ്ലിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്തതും സിസ്റ്റം ആപ്ലിക്കേഷൻ അല്ലാത്തതുമായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എൻഡ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഓഫായി പോകും. ഇനി നമ്മളുടെ പെർഫോമൻസിൽ തന്നെ മെമ്മറി, അതായത് നമ്മളുടെ റാമാണ് ഏറ്റവും കൂടുതൽ കൺസംഷൻ ആവണമെന്നിരിക്കട്ടെ. ഇവിടെ 37% ആണ് കാണിക്കുന്നത്. അതായത് 2.9 GB ഔട്ട് ഓഫ് 7.9 GB, 2.9 GB, അതായത് 3 GB യൂസ് ചെയ്യുന്നുള്ളൂ എൻ്റെ 8 GB റാം കമ്പ്യൂട്ടറിൽ. ഇവിടെ 37% റാം ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് പ്രോസസ്സിൽ പോയതിന് ശേഷം മെമ്മറി ടാബ് സെലക്ട് ചെയ്യണം. ഇവിടെ മെമ്മറിയും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എൻഡ് ടാസ്ക് കൊടുക്കാം. നമ്മൾ സാധാരണ റൺ ചെയ്യുന്ന സമയത്ത് സ്ലോ ആവുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഗെയിമോ അതുപോലുള്ള പ്രോസസ്സുകളായിരിക്കും ഹൈ മെമ്മറി കാണിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻഡ് ടാസ്ക് കൊടുക്കാം. ഇനി പെർഫോമൻസിൽ സാധാരണ ഡിസ്ക് യൂസേജും ഹൈ ആവാൻ സാധ്യതയുണ്ട് സിസ്റ്റം സ്ലോ ചെയ്യാൻ വേണ്ടി. ഡിസ്ക് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫയൽ ട്രാൻസ്ഫറിങ്, കോപ്പിയിങ്ങോ പേസ്റ്റിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്കിംഗ് നടക്കുമ്പോഴാണ് ഡിസ്ക് യൂസേജ് മാക്സിമം ആവുന്നത്. അത് മാക്സിമം ഉള്ള പ്രോസസ്സ് കണ്ടുപിടിക്കാൻ പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസ്ക് ടാബിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഡിസ്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമില്ലാത്ത വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എൻഡ് ടാസ്ക് കൊടുക്കാം. ഇനി ഇതൊന്നുമല്ല, നമ്മളുടെ ഈഥർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റ്വർക്കിങ്, വൈഫൈയും ഈഥർനെറ്റും നമ്മളുടെ ലാനും അതുപോലെ വൈഫൈ കണക്ടിവിറ്റിയും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൺസംഷനാണ് കാണിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോസസ്സിൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെറ്റ് ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കിവിടെ നെറ്റ്വർക്കിൽ ആഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ എൻഡ് ടാസ്ക് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഇവിടുത്തെ ആരോ മാർക്ക് താഴോട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ കൺസംഷനുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും മേളിൽ വരുന്നത്. ഇവിടെ തന്നെ ഒന്നുകൂടെ പ്രസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ മേളിലേക്കാവും. അപ്പോൾ
അപ്പോൾ ഏറ്റവും കുറവുള്ളതായിരിക്കും, ഏറ്റവും കുറവ് കൺസംഷൻ ആയിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ പെർഫോമൻസിൽ GPU കിടപ്പുണ്ട്. GPU എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡ് ഏത് സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഗെയിമൊന്നും റൺ ചെയ്യുന്നില്ല, GPU ഇവിടെ കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രോസസ്സിൽ GPU കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ GPU ഓപ്പൺ ആക്കാം. ഇങ്ങനെ GPU ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ GPU സെലക്ട് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് വിൻഡോ മാനേജറാണ് കാണിക്കുന്നത്. നമ്മളുടെ ഡീഫോൾട്ട് ആപ്ലിക്കേഷനാണ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷനാണ്. അതൊരിക്കലും എൻഡ് ടാസ്ക് കൊടുക്കരുത്, അത് സിസ്റ്റം ആപ്ലിക്കേഷനാണ്. വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ GPU യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് എൻഡ് ടാസ്ക് കൊടുക്കാം. ഇനി ഇവിടെ പെർഫോമൻസിൽ നെറ്റ്വർക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പം കറൻ്റ്ലി നെറ്റ്വർക്ക് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മളുടെ സിസ്റ്റം സ്ലോ ആവുന്നത് വിൻഡോസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ബൂട്ടിങ് അങ്ങോട്ട് കഴിഞ്ഞു വരുന്ന സമയത്താണെന്നിരിക്കട്ടെ. അതായത് സിസ്റ്റം നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ആ ഒരു സ്റ്റാർട്ടപ്പ് ടൈം വളരെ സ്ലോ ആണെന്നിരിക്കട്ടെ. നമുക്കിവിടുത്തെ ടാബ്സിൽ സ്റ്റാർട്ടപ്പ് സെലക്ട് ചെയ്യാം. സ്റ്റാർട്ടപ്പിനകത്തിൽ കുറേ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങേ അറ്റത്ത് ലാസ്റ്റ് ബയോസ് ടൈം, അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിലെ ബയോസ് ഓപ്പൺ ആയി വരാൻ എടുത്ത സമയമാണ് കൊടുക്കുന്നത്. ഈ കമ്പ്യൂട്ടറിലെ ബയോസ് ഏതാണ്ട് 4.5 സെക്കൻഡ് കൊണ്ട് സ്റ്റാർട്ടായി. ബയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ്. 4.5 സെക്കൻഡ് കൊണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ അത് റൺ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റാർട്ടപ്പ് പ്രോസസ്സുകൾ, നമ്മളുടെ കമ്പ്യൂട്ടർ ഓൺ ആവുന്ന സമയത്ത് എത്ര പ്രോസസ്സുകളാണ് സ്റ്റാർട്ട് ആവുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. അതിൽ ഹൈ ഇമ്പാക്റ്റ് ഉള്ള സോഫ്റ്റ്വെയർസ് നോക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർസ്, അതായത് ഇപ്പം ഞാനിവിടെ മെഡ്കഫെ സോഫ്റ്റ്വെയർ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് സ്റ്റാറ്റസിൽ. അതെനിക്ക് വേണമെങ്കിൽ ഇനേബിൾ ചെയ്യാം. ഇനേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടപ്പിൽ ഓൺ ആവും. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡിസേബിൾ ആവും. ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് ഇനേബിൾ ചെയ്തിട്ട് സ്റ്റാർട്ടായി വരുമ്പോൾ മാത്രമേ സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റ് കാണിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വേറെ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇനേബിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റ് ഇവിടെ കൊടുത്തിരിക്കും. ഇവിടെ ലോ കൊടുത്തിട്ടുണ്ട്. റിയൽ ടെക് HD ഓഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ സാധാരണ സ്പീക്കറിൻ്റെ സോഫ്റ്റ്വെയർസ് ആണ്. അതൊരിക്കലും ഡിസേബിൾ കൊടുക്കരുത്. അതുപോലെ വിൻഡോസ് ഡിഫൻഡർ കമ്പ്യൂട്ടറിൻ്റെ ബിൽറ്റ് ഇൻ ആൻറ്റിവൈറസ് ആണ്. അതുപോലെ റിയൽ ടെക്കിൻ്റെ തന്നെ വേറെ ഒരു സോഫ്റ്റ്വെയറും, അത് 3 എണ്ണവും ഞാൻ ഇനേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. ബാക്കി ഈ ഒരു ആൻറ്റിവൈറസ് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിനിയും പ്രൈമറി ആയിട്ട് ഈ ഒരു ആൻറ്റിവൈറസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യരുത്. ഇവിടെ ഇപ്പം ഞാൻ വിൻഡോസിൻ്റെ തന്നെ വിൻഡോസ് ഡിഫൻഡർ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു ആൻറ്റിവൈറസ് ആണ്. അതുപോലെ അഡോബിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റ് കൂട്ടുന്ന സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഇങ്ങനെ നമുക്ക് സ്റ്റാർട്ടപ്പ് ടൈമിൽ ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ യൂറ്റോറൻ്റ് അതുപോലെ ഡൗൺലോഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലും സിമുലേറ്ററുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എമുലേറ്റേഴ്സ് ഇതൊക്കെ ഇവിടെ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. അതെല്ലാം സ്റ്റാർട്ടപ്പ് ടൈമിൽ നമുക്ക് ഡിസേബിൾ ആക്കാവുന്ന ഫങ്ഷൻസ് ആണ്. അപ്പോൾ ശരി, എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.